പൂമ്പാറ്റകളെ പറ്റി ചോദിച്ചാൽ കാട്ടാക്കട മൈലം ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികൾ വാതോരാതെ അങ്ങ് സംസാരിക്കും. കുട്ടികളുടെ പൂമ്പാറ്റ കഥ മന്ത്രി വി ശിവൻകുട്ടി വരെ അറിഞ്ഞിട്ടുണ്ട്. പൂമ്പാറ്റകളെ പറ്റി മൈലം സ്കൂളിലെ വിദ്യാർത്ഥികൾ പറഞ്ഞു തരും. നമ്മുടെ ചുറ്റുപാടും പൂമ്പാറ്റകളൊക്കെ ഇല്ലേ? പൂമ്പാറ്റകളെ കണ്ടിട്ടുണ്ടോ എല്ലാവരും? പൂമ്പാറ്റയെ കുറിച്ചുള്ള കവിത എനിക്ക് ആര് പാടിത്തരും? പാടിക്കോ. ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോവുന്നിതാ പറന്നമ്മേ, തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽപൂമ്പാറ്റകളീതെല്ലാം. ക്ലാസ് അവസാനിച്ചെങ്കിലും പൂമ്പാറ്റകളിലെ കൗതുകം പലരുടെയും മനസ്സിൽ തങ്ങി. പേപ്പർ പൂമ്പാറ്റകളും മനസ്സിലെ ചിത്രങ്ങളും സ്കൂളിലേക്കെത്തി. പഠനം ക്ലാസ് മുറിക്ക് പുറത്തേക്കെത്തി. പൂമ്പാറ്റകൾ ചിന്തകളായും വരികളായും പുസ്തകത്തിൽ നിറഞ്ഞു. അങ്ങനെ ചിത്രപതംഗ ചെപ്പുണ്ടായി. ഇരുപത്തിയെട്ടിനും പൂമ്പാറ്റകളുടെ കഥകൾ നിറഞ്ഞ താളുകളുമായി മൈലം LPS സ്കൂളിലെ വിദ്യാർത്ഥികളുടെ പുസ്തകം. കുറച്ച് ജമന്തി ചെടികൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മളത് തുടങ്ങി, നമ്മൾ വളർന്ന് പൂക്കളൊക്കെ വന്നപ്പോൾ ഈ കുറേ 28 പൂമ്പാറ്റകളുടെയും പല പൂമ്പാറ്റകളെയും ഞങ്ങൾ നിരീക്ഷിക്കാൻ തുടങ്ങി. നിരീക്ഷിച്ച് ഞങ്ങൾ ലൈബ്രറിയിലെ പുസ്തകങ്ങൾ നമ്മൾ ശേഖരിച്ച്, പിന്നെ ടീച്ചറുടെ സഹായത്തോടെ ഞങ്ങളെല്ലാം ഗൂഗിളിലൊക്കെ നോക്കി എല്ലാവരും നല്ലതായിട്ട് ചെയ്തിട്ട് നമ്മളൊരു ഡോക്യുമെൻ്ററി ആക്കി. മാസങ്ങൾ നീണ്ട പഠനത്തിന് ശേഷമാണ് പുസ്തകവും പിന്നാലെ ഡോക്യുമെന്ററിയും തയ്യാറാക്കിയത്. നമ്മൾ ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ മാത്രമാണ് നമുക്ക് ചിത്രശലഭങ്ങൾ എന്താണെന്ന് മനസ്സിലായത്. പക്ഷേ ഈ കുഞ്ഞു കാലത്ത് തന്നെ കുട്ടികളത് തിരിച്ചറിഞ്ഞു. അവരിൽ ഒരാളായിട്ട് മാറി ആ ചിത്രശലഭങ്ങൾ. തുടക്കത്തിൽ ചിത്രശലഭങ്ങൾ തന്നെ നമ്മുടെ അടുത്തേക്ക് വരില്ലായിരുന്നു. പക്ഷേ പിന്നീട് അവർ നമ്മൾ വന്ന് അടുത്ത് നിന്നാലും തൊട്ടാലും ഒന്നും പോകാത്ത രീതിയിൽ അത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഒടുവിൽ കുട്ടികളുടെ കഥയും കഥാപുസ്തകവും മന്ത്രി അപ്പൂപ്പന്റെ അടുത്തെത്തി. മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഇനിയും ഇതേപോലെ കൂടുതൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്കൂളിലെ പുതിയ കെട്ടിട നിർമ്മാണത്തിന് ഇവർക്ക് പകരം നൽകേണ്ടി വന്നത് സ്വന്തം പൂന്തോട്ടമാണ്. പണി പൂർത്തിയാക്കുന്നത് കാത്തിരിക്കുകയാണ്. പുസ്തകത്തിലെ അതിഥികളെ തിരികെ എത്തിക്കാൻ വീണ്ടും പൂന്തോട്ടം നിർമ്മിക്കാനായുള്ള കാത്തിരിപ്പ്. അനൂപിനൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. രാഹുൽ ജി നാഥ് തന്നെ നമ്മുടെ കൂടെയുണ്ട്. രാഹുലെ, പൂമ്പാറ്റകളെ കുറിച്ച് ഒരു 5 വരി പറയാൻ പറഞ്ഞാൽ നമ്മളൊക്കെ നിന്നിട്ട് എന്ത് പറയും? കളറുകളെ കുറിച്ച് പറയും, ചിറകിനെ കുറിച്ച് പറയും, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പറയും. പൂമ്പാറ്റകളുടെ തരങ്ങൾ ഏതൊക്കെയാണ്, അവയുടെ സവിശേഷതകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എത്രത്തോളം നമുക്ക് പറയാൻ പറ്റും? കുഞ്ഞു കുട്ടികളാണ് അവർ. മുന്നിലുള്ള സ്കൂളിലെ ആ പൂന്തോട്ടത്തിൽ കാണുന്ന ചിത്രശലഭങ്ങളെ കുറിച്ച് ഇത്രത്തോളം പഠനം നടത്തി എന്ന് പറയുമ്പോൾ മിടുക്കരല്ലേ? എല്ലാവരും കൂടെ നിന്നില്ലേ? പക്ഷേ ചെറിയൊരു സങ്കടമുണ്ട്, ആ വിശാലമായ പൂന്തോട്ടം അത്രത്തോളം വിപുലമായിട്ടിപ്പോൾ ഇല്ല. അത് തന്നെയാണ്. പൂജ ചോദിച്ചു തുടങ്ങിയപ്പോൾ ഞാനൊന്ന് ചെറുതായി പേടിച്ചു. കാരണം എന്നോട് ഇനി ശലഭത്തെക്കുറിച്ച് പറയുകയാണോ എന്ന്. കാരണം ശരിയാണ് പറഞ്ഞത്. കാരണം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കും എന്താ പറയാൻ പറ്റുക. നമ്മൾ സ്ഥിരം കാണുന്നതാണ്, ചുറ്റുപാടും കാണുന്ന ചിലരോട് നമ്മൾ അത്രമാത്രം കണ്ണ് തുറന്ന് മനസ്സ് തുറന്ന് ഇടപെടുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് കുട്ടികൾ നമ്മളോട് ചോദിക്കുന്നത്. കാരണം ഈ മൈലം സ്കൂളിലേക്ക് പോയപ്പോൾ അവിടെ എല്ലാവരും ശലഭത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ അവരുടെ കൂടെയുള്ള ടീച്ചർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ ഹെഡ് മിസ്ട്രസ് അംബിക ടീച്ചർ ആയിക്കോട്ടെ, എല്ലാവരും പറയുന്നത് ശലഭത്തിൻ്റെ കഥകളാണ്. ആ ശലഭം പറന്ന് നാട്ടിലെത്തി, ആളുകൾ അറിഞ്ഞു, ഒടുവിൽ വിദ്യാഭ്യാസ മന്ത്രി അറിഞ്ഞു. അങ്ങനെ ശലഭത്തിൻ്റെ കഥകൾ മാത്രമാണ് പറയാനുള്ളത്. സത്യം പറഞ്ഞാൽ സ്കൂളിലേക്ക് പോയി നമ്മൾ മൈക്ക് വെച്ച് ശലഭത്തെക്കുറിച്ച് ചോദിച്ചാൽ കുട്ടികൾ പറയും. ബാക്കി എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചാൽ അല്പം ആശങ്കയും ടെൻഷനും ഒക്കെ അവർക്കുണ്ട് എന്നുള്ളതാണ്. എന്തായാലും പാഠപുസ്തകത്തിന് പുറത്തേക്ക് നിങ്ങൾക്ക് എത്രമാത്രം സഞ്ചരിക്കാനാകും എന്നുള്ള ചോദ്യത്തിന് ഇത്രയും പറ്റും, ഇനി ഞങ്ങൾ കാത്തിരിക്കുകയാണ് എന്നാണ് കുട്ടികൾ പറയുന്നത്. അതായത് ഇവർ ശലഭത്തെ കാണുന്നു, കണ്ടുപഠിക്കുന്നു എന്നുള്ളതാണ്. കണ്ടുപഠിച്ചിട്ട് കണ്ടത് എന്താണെന്ന് അവർ നോക്കി പഠിച്ചത് എഴുതി വെച്ചൊരു പുസ്തകമാക്കിയിരിക്കുകയാണ്. LP സ്കൂളിലെ വിദ്യാർത്ഥികളാണെന്ന് മനസ്സിലാക്കണം. അപ്പം LP സ്കൂളിലെ വിദ്യാർത്ഥികൾ സ്വന്തമായി ശലഭത്തിൻ്റെ പുസ്തകം
പുസ്തകം ഉണ്ടാക്കി ഏതാ ഇഷ്ടപ്പെട്ട ശലഭം, ഏതാ ഇഷ്ടപ്പെട്ട പക്ഷി, ഏതാ ഇഷ്ടപ്പെട്ട മൃഗം എന്നൊക്കെ ചോദിച്ചാൽ പറയും. ഏതാ ഇഷ്ടപ്പെട്ട ശലഭം എന്ന് ചോദിച്ചാൽ അതിൻ്റെ പ്രത്യേകതകൾ ഉൾപ്പെടെ പറയുന്ന കുട്ടികളാണ് ഈ മൈലം സ്കൂളിൽ പഠിക്കുന്നത് ഏറ്റവും അഭിമാനകരമാണ്. അതോടൊപ്പം ഇപ്പം വിദ്യാഭ്യാസ മന്ത്രി ഈ പറയുന്ന പുസ്തകം കണ്ടു അഭിനന്ദിച്ച് ഡോക്യുമെൻ്ററി അവർ ചെയ്തു. ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി കാത്തിരിപ്പാണ്. കാരണം ഉള്ള പൂന്തോട്ടം പുതിയ കെട്ടിടം വരുന്നതിൻ്റെ ഭാഗമായി ആ പണിയുടെ ഭാഗമായി അവർക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നവരാണ്. അപ്പോൾ അവർ പറയുന്നത് സ്കൂളിലേക്ക് ഓരോ ദിവസം വരുമ്പോഴും കെട്ടുപണി പെട്ടെന്ന് തീരണേ എന്ന് അവർ ആഗ്രഹിക്കുകയാണ്. കാരണം ശലഭങ്ങളെ തിരിച്ചു കൊണ്ടുവരണം. ഇനി അവർ 28 ശലഭങ്ങൾക്ക് അപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി പുസ്തകത്തിലേക്ക് ചേർക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളാണ് പൂജ. എന്തായാലും വളരെ മനോഹരമായ സന്തോഷകരമായ ഒരു കാഴ്ചയാണ് പങ്കുവയ്ക്കാനുള്ളത്.